നമുക്കറിയാം നിരവധി സെലിബ്രിറ്റികളായ ആളുകൾ, സിനിമാ താരങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതലായും കാണാൻ കഴിയുന്നത് തമിഴ് സിനിമാ മേഖലയിൽ നിന്നാണ്. അവിടെ നിന്നും നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വാർത്തകൾ നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. തമിഴിലെ പ്രശസ്ത ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ രാജ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ള ഒരു വാർത്ത വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം AR റഹ്മാൻ എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം ആദ്യം ഹിന്ദുവായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ്. അതോടൊപ്പം തമിഴ് സിനിമാ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ നിരവധി സിനിമാ നടിമാരും ഇത്തരത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അത്തരത്തിൽ ആ തമിഴ് സിനിമാ മേഖലയിലുള്ള ജയ് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏതാണ്ട് 10-12 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ള തരത്തിലൊക്കെ പല അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. പക്ഷെ ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു തെളിവും അന്ന് പുറത്തു വന്നിരുന്നില്ല. പക്ഷേ എന്നാൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ ജയ് എന്ന് പറയുന്ന തമിഴ് സിനിമാ നടൻ അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച്, താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വിഷയത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കാം. നോക്കിപ്പോൾ ജയ് എന്ന് പറയുന്ന ആ സിനിമാ നടൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ഇസ്ലാമിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് ചില ആളുകൾ സമൂഹത്തിലൊക്കെ ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ആളുകൾ നിർബന്ധപൂർവ്വം മതം മാറ്റുന്നു എന്നൊക്കെയുള്ള വ്യാജമായ പ്രചരണങ്ങൾ നിരന്തരമായി പല ആളുകളിൽ നിന്നുണ്ടാകാറുണ്ട്. നിങ്ങൾക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിലെ ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. ഒരു സിനിമാ നടിയെ മതം മാറ്റാൻ വേണ്ടി ഒരു വ്യക്തി നിർബന്ധിച്ചു അത്രേ. കോടി രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ നടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമാ സംവിധായകൻ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അത്രയും കോടി രൂപ കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അത് പറഞ്ഞു വെക്കുന്നത് വെറും പച്ച നുണയാണ് എന്നുള്ളത് ഇസ്ലാമിനെക്കുറിച്ച് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പടച്ചുവിടുന്ന പച്ച നുണയാണ് എന്നുള്ളത് ലേശം ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ, ഇസ്ലാം എന്നുള്ളത് ഒരു തീവ്രവാദത്തിൻ്റെ മതമാണ്, ഇസ്ലാം പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് വ്യാജമായ പ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജയ് എന്ന് പറയുന്ന സിനിമാ നടൻ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. இது நீங்க சொன்னது 2016, பட் நான் இன்ட்ரெஸ்டா ஃபாலோ பண்ண ஆரம்பிச்சது 2011. ஓகே. சோ அதுக்கு முன்னாடி ஓகே. அந்த சேஞ்ச் எப்படி வந்தது? அது லைக் ஒரு நிறைய விஷயங்கள். இப்போ சபரிமலைக்கு மாலை போட்டிருக்கேன், அப்புறம் ஜீசஸ்க்கு ரோசரி மாலை போட்டு ஒரு 1 இயர் ஃபாஸ்டிங் இருந்திருக்கேன். எல்லாமே எனக்கு எல்லா கடவுளும் ஓகே அப்படின்ற மாதிரி தான் நான் ஃபாலோ பண்ணிட்டு இருந்தேன். பட் ஒரு டைம்ல சில அவமானங்கள்லாம் இருந்தது. கோயிலெல்லாம் எதிர்பார்க்காத ஒரு சாட்டிஸ்ஃபேக்ஷன் இல்லாத ஒரு விஷயம்லாம் நடந்தது, நிறைய நடந்துட்டே இருந்தது. ஸோ அதுக்கப்புறம் ஒரு வாட்டி நான் மஸ்ஜித் போகும்போது எல்லாரும் லைனாக நின்று ப்ரே பண்ணாங்க. ஃபர்ஸ்ட் டைம் போகிற எல்லாரும் ப்ரே பண்ணுறாங்க. எல்லாருக்குமே தெரியுது நான் ஒரு ஆக்டருங்க. யாருமே உள்ள என்கிட்ட பேசல, அந்த உள்ள மஸ்ஜித் உள்ள யாருமே பேசல. எல்லாருமே வெளியில தான் பேசினாங்க, ரொம்ப பயிட்டா பேசினாங்க. யாருமே ஃபோட்டோ எடுக்கணும்னு சொல்லி கேட்கல. ஸோ எனக்கு என்ன தோணுச்சுன்னா, இங்கே ஒரு ஈக்குவாலிட்டி இருக்கோ, இங்கே எல்லாருமே சமமாக பார்க்குறாங்களோ அப்படின்றது எனக்கு ஃபர்ஸ்ட் ஸ்ட்ராங்காக பட்டது. ப்ளஸ் அதுக்குள்ள வந்துட்டா அவங்களுக்கு வெறும் கடவுளை தான் பெருசா நினைக்கிறாங்க, மற்ற எவ்வளவு பெரிய செலிபிரிட்டி வந்தாலும் அவங்க பெருசா நினைக்கல அப்படின்ற ஒன்று தெரிஞ்சது. நம்ம நினைச்சதை வேண்டதுக்கு, நம்ம நினைச்சது வேணும்னு கேட்கறதுக்கு நம்மளுக்கு ஒரு ஸ்பேஸ் கொடுக்குறாங்க, நம்மளுக்கு ஒரு டைம் கொடுக்குறாங்க. ஸோ நம்ம நினைச்சதை நம்ம ப்ரே பண்றது யாரும் நம்ம பிடிச்சி தள்ளி விட்டு கிளம்புங்க அப்படின்னு சொல்லாம நம்ம எவ்வளவு நேரம் ப்ரே பண்ணிட்டு இது எல்லாமே இங்க இருக்கும் போது இது நல்லா இருக்கே, லைக் சூப்பரா இருக்கு, லைக் யோகா மாதிரி இருக்கே அப்படின்றது எனக்கு அந்த டைம்ல ஸ்டார்டிங்ல புரிஞ்சுது. அப்புறம் அதை ஃபாலோ பண்ணும் போது என்னோட பர்சனல் கேரக்டரும் எனக்கு கொஞ்சம் மாற ஆரம்பிச்சது. அதில் இப்போ எல்லா இடத்துலையுமே நல்ல விஷயங்கள் தான் சொல்லியிருக்காங்க, பட் இவங்க கொஞ்சம் ரொம்ப புரியுற மாதிரியே சொல்றாங்க. அவங்க பண்றதும் எனக்கு ரொம்ப കംഫർട്ടബിളാ இருந்தது. എല്ലാവരും அதை ഫോളോ பண்றாங்க. അതായത് ഇതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ്. അതായത് ഞാൻ ശബരിമലയിലൊക്കെ പോകാറുണ്ട്, ചർച്ചിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാറുണ്ട് എന്നൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം പലപ്പോഴും അദ്ദേഹത്തിന് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. മാത്രമല്ല, ഇവിടെ പോയതിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് മറ്റൊരു അനുഭൂതി, സന്തോഷം നിറഞ്ഞ അനുഭൂതി പള്ളികളിൽ, അതായത് മസ്ജിദുകളിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെ ഒരു സെലിബ്രിറ്റിയായി കാണാതെ, ഫോട്ടോ എടുക്കാൻ കൂട്ടുമായ തിക്കും തിരക്കും കൂട്ടാതെ ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൂടെ മനോഹരമായ ഒരു ഈക്വാലിറ്റി, ഒരു തുല്യത അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചു, അത് അനുഭവിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ നടൻ
അദ്ദേഹം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന സമയത്തുണ്ടാകുന്ന ചില കാഴ്ചകളാണ്. നിങ്ങൾക്കറിയാം, മമ്മൂട്ടി എന്ന് പറയുന്ന സിനിമാ നടൻ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ ആ കാഴ്ചകളിൽ എവിടെയും അദ്ദേഹത്തിനോട് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ തിക്കും തിരക്ക് കൂട്ടാൻ പള്ളിക്കകത്ത് ആരെയും കാണാൻ സാധിക്കില്ല. കാരണം പള്ളിയിലിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരേ മനുഷ്യരാണ്. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ സെലിബ്രിറ്റിയെന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരേ മനുഷ്യന്മാരാണ്. ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമമാണ് എന്നുള്ള ആ വലിയ സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. ഇപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായി ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ടാകും, ചുറ്റും ബോഡി ഗാർഡ് ഉണ്ടാകും, ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടാറുമുണ്ട്. പക്ഷേ പള്ളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവരും, പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാ മനുഷ്യരും പടച്ചവൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആ തുല്യതയാണ്, ആ ഈക്വാലിറ്റിയാണ് അദ്ദേഹത്തിനെ വളരെയധികം ആ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നതിലൂടെ തൻ്റെ പേഴ്സണലായിട്ടുള്ള ക്യാരക്ടർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തതായിട്ടും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പൊതുവെ ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ വ്യാജമായ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിടാറുണ്ട്. എന്നാൽ ആ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ അത് അതേപടി വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ இஸ்லாமினை മനസ്സിലാക്കേണ്ടതുണ്ട്. இப்போ வெளியில என்னதான் அதை பத்தி அந்த அந்த மதத்தை பத்தி தப்பா பேசினாலும் கண்ணுல பாக்குறதா நம்புவோம்ல. கண்ணுல உணர்றது, ஆமா உணர்றது, கண்ணுல பார்த்து உணர்றல. சோ அது எனக்கு ரொம்ப கம்ஃபர்டபுளா சாட்டிஸ்ஃபேக்ஷனா இருந்தது. நம்மளோட பர்சனல் கேரக்டர் நல்லா பெட்டர் ஆயிட்டு இருக்கேன்னு தோணும்போது அப்படியே ஃபாலோ பண்ண ആരംഭിച്ചിട്ടു. നോക്കൂ, പുറമേ നിന്ന് പറയുന്നതല്ല, കാണുന്നതല്ല ഇസ്ലാം. ആ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഇസ്ലാമിനെയൊക്കെ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക, അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതോടൊപ്പം അവതാരകൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഈ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ഉദാഹരണത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് இப்பிரகாரமான இல்ல ஒரு மெயினா நான் சொல்லணும்னா வந்து ஹெல்பிங் மைண்ட். அதுக்கு முன்னாடி ஹெல்ப் பண்ணணும்னு தோணும், பட் நம்மளுக்கு ஒரு பேமெண்ட் வரும், பெரிய பேமெண்ட் வந்தாலுமே ஹெல்ப் பண்ணணும்னு தோணும், சின்னதாக ஒரு ஹெல்ப் பண்ணுவோம். அதுக்கப்புறம் நம்மளுக்கு தேவையான கார் வாங்குறதோ இல்லை நம்மளுக்கு தேவையான ஃபோன்ஸ் வாங்குறதோ அதில் கொஞ்சம் ஈடுபாடு அதிகமாக இருந்தது. பட் இதை நான் ஃபாலோ பண்ணும்போது இல்லை, ஸ்ட்ரிக்ட் அண்ட் ரூல்ஸாக நீங்கள் இதை ஃபாலோ பண்ணுறீங்கன்னா உங்களோட சேலரியிலேருந்து நீங்கள் வந்து மக்களுக்குன்னு ஒரு 30% கொடுக்கணும், இல்லை ஒரு 15% கொடுக்கணும்னு ஒரு நம்பர்ஸ் இருக்கு. ஸோ அது என்னன்னு பார்த்துட்டு என்ன, ஆமா ஒரு ரூல்ஸ் மாதிரி இப்போ இஸ்லாம்ல நீங்க வந்து ட்ரிங்க் பண்ணக்கூடாதுன்றது வந்து ஒரு ரூல்ஸோ, போக் சாப்பிடக்கூடாதுன்ற ரூல்ஸோ, அதே மாதிரி நீங்க வந்து இந்த மாதிரி நீங்க வந்து மக்களுக்கு ஒரு போர்ஷன் வந்து உங்களுக்கு வந்து ஃபேமிலிக்கும், ஒரு போர்ஷன் உங்களுக்கும், ஒரு போர்ஷன் வந்து மக்களுக்கு இல்லாதவங்களுக்கு கொடுக்கணும் அப்படின்றது ஒரு ரூல்ஸ் தான் அது. ஸோ அதை நம்ம கொஞ்சம் சீரியஸா ஃபாலோ பண்ணுவேன்னு ஃபாலோ பண்ணும்போது எனக்கே தெரியுது, தேவையில்லாத விஷயம் நான் வாங்குறதை கட் பண்றேன், அது போல தேவையானவங்களுக்கு அந்த 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 ஹெல்ப் நம்ம பண்றோம் போது நம்மளுக்கு ஒரு அப்பா நம்ம சூப்பரா ஒன்று பண்றோம்டா அப்படின்னு தோணும்ல. ஸோ அது என்ன ரொம்ப மெச்சூரிட்டி ஆக்குது, இன்னும் கொஞ்சம் நிமிர்ந்து நிக்கிற மாதிரி பண்ணுது. ஸோ அந்த மாதிரி நிறைய விஷயங்கள், இது ஒரு விஷயம் தான். இந்த மாதிரி நம்ம வந்து கண்டிப்பா நம்ம கிட்ட $100 கிடைச்சாலும் அதுல இருந்து நீ ஒரு $12 நீ கண்டிப்பா இல்லாதவங்க கொடுத்துதான் ஆகணும், இது பண்ணாதான் நீ ஒரு முஸ்லீம் அப்படின்றது ரொம்ப ஸ்ட்ராங்கா சொன்னாங்க. ஸோ அதை ஃபாலோ பண்ணும்போது அந்த மாதிரி நிறைய விஷயங்கள் இருக்கு அதுல. ഹെൽപ്പിംഗ് മൈൻഡ്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ആ വലിയൊരു പാഠം അത് തനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഇതിൽ അദ്ദേഹം പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട 5 കാര്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. സമ്പത്തുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. തൻ്റെ സമ്പാദ്യത്തിലെ ഒരു വിഹിതം അത് പാവപ്പെട്ട മനുഷ്യർക്ക് നൽകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നല്ലൊരു കർമ്മം ചെയ്യുന്നതിലൂടെ തനിക്ക് വലിയ ഒരു മാറ്റം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പുതിയ കാറുകളും പുതിയ മൊബൈലുകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന ആ ഒരു തീരുമാനത്തിൽ നിന്നും ഇപ്പോൾ അങ്ങനെയല്ല, തനിക്ക് കിട്ടുന്ന വലിയ സമ്പാദ്യത്തിൽ നിന്നും ഒരു വിഹിതം അദ്ദേഹം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും അതിലൂടെ വലിയൊരു അനുഭൂതി, സന്തോഷത്തിൻ്റെ വലിയൊരു അനുഭൂതി അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇദ്ദേഹം മാത്രമാണ് ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയും ബന്ധുക്കളും എല്ലാം ആരും തന്നെ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നില്ല. അവർ അവരുടെ തന്നെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണ്. ഒരേ വീട്ടിൽ തന്നെ തൻ്റെ സഹോദരിമാർക്ക്, ബന്ധുക്കൾക്കുമെല്ലാം പ്രാർത്ഥിക്കാനുള്ള പൂജാമുറിയുണ്ട്. അതോടൊപ്പം ആ വീട്ടിൽ തന്നെ ഒരു നിസ്കാരമുറി അദ്ദേഹത്തിനായി അവിടെ ഉണ്ട് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കിയത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പം ഈ സിനിമാ നടൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ഇസ്ലാമിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇസ്ലാമിലേക്ക് ആരെയും നിർബന്ധിച്ചല്ല കൊണ്ടുവരുന്നത്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ആ ഇസ്ലാം മതത്തിലെ ഇത്തരത്തിലുള്ള മനോഹരമായ അനുഭവങ്ങൾ, അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഈ ജയ് എന്ന് പറയുന്ന ഈ തമിഴ് സിനിമാ നടൻ അത് വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്.